ഇത് നിങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കണമെന്നോ എങ്ങനെ മാറുമെന്നോ ചിന്തിക്കാത്ത ഒരു ജാതി സന്യാസവും അതിനെ തുടർന്നുണ്ടായിരിക്കുന്ന അത്ഭുത സിദ്ധി കൈയടക്കവേല. ഇത് സന്യാസമാണെന്ന് ധരിച്ചിട്ട് പലരും പല അറിവുകേടിൽ പെട്ടിട്ട് ആ അറിവുകേടും പൂർണ്ണമായിട്ടും സിദ്ധാന്തമാണെന്ന് വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു വലിയ മറവിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിജ്ഞാനശകലം പോലെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. എന്താണ് വലിയ മറവ്? ഇതും നമുക്ക് പിടിയില്ല. വേദം മറയാണ് എന്ന് ധരിപ്പിക്കുന്ന ഒന്നുണ്ട്. അപ്പൊ 4 വേദങ്ങളുടെയും 6 ശാസ്ത്രങ്ങളുടെയും മറവിൽ നിന്നുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഇന്നോളം കാട്ടിക്കൂട്ടി ഒപ്പിച്ചത്, നമ്മുടെ പൂർവ്വന്മാരെന്ത് ധരിച്ചിരിക്കുന്നു. ഇതൊന്നും ചിന്തിക്കാനല്ല നിങ്ങൾ ഇവിടെ വരുന്നത്. നിങ്ങളിലെ സിദ്ധിജാലങ്ങളുടെ പിന്നിൽ നേർച്ച കാഴ്ച കൊടുത്ത് പഠിച്ച ഒരു വലിയ സമൂഹത്തിന്റെ അറിവുകേടിന്റെ ജാതി കോമരങ്ങളാണ് നിങ്ങൾ ഇന്നോളം കണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ ജാതിക്കും ഓരോ ജാതിയിലുള്ള അറിവും പരിചയവും ദൈവവും ദൈവത്തിന്റെ കൂത്താട്ടവും ഇങ്ങനെ കണ്ടുപിടിച്ച് പരീക്ഷ കാണിച്ചെന്ന് ചോദിക്കുന്ന വലിയ വേതാളനെ പോലെ ആടിയും പാടിയും നശിച്ച പരമ്പരയുടെ ഈ ദൈവതുല്യമായ കഴിവാണ് നിങ്ങൾ എടുത്തു കണ്ടിട്ടുള്ളത്. ഇത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ഗുണം ചെയ്യും? എന്താണ് നിങ്ങൾക്ക് തരാനുള്ളത്? അതിൽ നിങ്ങൾ എന്തിനു മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നത്? ഇതും അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ട അറിവ് വേറൊന്ന് തെറ്റായി ധരിച്ചിരിക്കുന്നു. നാശം. അപ്പൊ നാശം പിടിച്ച ഒരു കാലത്ത് ജനിച്ചിട്ട് നാശം വിളമ്പാൻ വേണ്ടി നിങ്ങൾ ഉരുവായി തീർന്നിരിക്കുന്ന ഒരു കർമ്മചരിയാണ് നിങ്ങൾ ഓരോരുത്തരിലും ഉള്ളത് എന്ന് നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്നാണ് നല്ലതിനെ പെറുക്കിയെടുക്കുക? കാലങ്ങൾ മാറി വരുമ്പോൾ അതിന്റെ പരിചയത്തിൽ മാറാനുള്ള ഒരു കർമ്മം നമുക്കുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തെറ്റായ ധാരണയിൽ ഉദിച്ചു നിൽക്കുന്ന വിളക്കിലാണ്. ഇത് ഭഗവാൻ കണ്ണു തുറന്ന് നോക്കിയാലോ കണ്ണു തുറക്കാതെ നോക്കിയാലോ ദഹിച്ചു പോകത്തക്ക വിധത്തിലുള്ള നാശകർമ്മം പറഞ്ഞും പറയിപ്പിക്കും. അതിന് രസവാദ പ്രയോഗത്തിന്റെ സിദ്ധിജാലങ്ങളെ കൊണ്ട് പറഞ്ഞു രസിക്കുന്ന സന്യാസിമാരും അതിനെ വണങ്ങുന്ന ഗുരുശിക്ഷ ബന്ധമായിട്ട് വളർന്നിട്ട് നാശത്തിന്റെ കാലുവാരലാണ് നിങ്ങൾ ചെയ്യുന്നത്.